ഹായ് ഹലോ. നമ്മൾ കുറച്ചൊക്കെ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും മേ ബി എബോവ് 40 ഓർ എബോവ് 35 എബോവ് 50 ഓർ 60 ഓക്കെ. എബോവ് 40 എല്ലാം ഒരു ഏജ് പോലാണ്. ഓക്കെ, നമ്മൾ കുറേ ഏജ് ആകുമ്പോൾ ഒരു ആഫ്റ്റർ 30 ഒരു 30 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ് 50 60 വയസ്സ് കഴിഞ്ഞ് അങ്ങനെ ഒരേ ഏജിലൂടെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൈകളിലും കാലുകളിലും കഴുത്തിലും ഒക്കെ കുറച്ച് ചുളിവുകൾ നമുക്ക് വന്നു തുടങ്ങും അല്ലേ. ആ ഒരു ഇത് നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ടെങ്കിലും നമ്മളെടുക്കുന്ന ഒരു കെയർ എന്ന് പറയുന്നത് നമ്മൾ മുഖത്തിൻ്റെ സ്കിൻ കെയർ ആണ് അല്ലേ. അതല്ലാതെ നമ്മുടെ കൈയിൻ്റെ സ്കിന്നിനെ കൂടെ കെയർ ചെയ്യണം നമ്മൾ. ഓക്കെ, ഈ കയ്യിൽ എങ്ങനെയാണ് റിങ്കിൾസ് വരുന്നതെന്നറിയാമോ? നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാൻഡ്സ് ആണ് അല്ലേ. നമ്മൾ പാത്രം കഴുകാനും നമ്മൾ തുണി നനയ്ക്കാനും അല്ലെ നമ്മൾ എന്ത് ചെയ്യാനും നമ്മുടെ ഹാൻഡ്സ് ഉപയോഗിക്കും. നമ്മുടെ കയ്യിലെ ആ ഡെലിക്കേറ്റ് സ്കിൻ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യേ അത് കുറേശ്ശെ ഈർപ്പം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കുറേശ്ശെ ചുരുങ്ങാൻ തുടങ്ങും. നമ്മുടെ സ്കിന്ന് ഏജ് ആകുന്നതിന് ഒരു 5-6 റീസൺ എന്താണെന്നറിയാമോ? ഓവറായിട്ട് നമ്മൾ കെമിക്കൽ കൈകൊണ്ട് യൂസ് ചെയ്യുന്നത്, അതായത് പാത്രം കഴുകാനും തുണി നനയ്ക്കാനും ഒക്കെ കെമിക്കൽസ് നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നൊന്ന് ഓവർ എക്സ്പോഷർ ടു ദ സൺ, നമ്മൾ വെയിൽ ഒരുപാട് കയ്യിൽ കൊള്ളുന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ സ്മോക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ് ഉള്ള മിക്കവർക്കും കാണത്തില്ല, അതൊരു കോസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ കുറേ നമ്മുടെ കൈ കൊണ്ട് ഒരുപാട് ബലം പിടിച്ചൊക്കെ നമ്മൾ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് നമ്മുടെ സ്കിന്നിൻ്റെ, നമ്മളെ ആ ഡെലിക്കേറ്റ് ആയിട്ട് സ്കിന്നിനെ കുറച്ച് വലിഞ്ഞ് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട്, അതായത് വലിഞ്ഞ ചർമ്മം തിരിച്ച് ചുരുങ്ങാനായിട്ട് കുറച്ച് പാടാണ്. അതറിയാമായിരിക്കുമല്ലോ, എക്സ്പാൻഡ് ആയ ചർമ്മം കുറച്ച് ചുരുങ്ങാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൈക്ക് റിങ്കിൾസ് ഉണ്ടാകാൻ, നമ്മുടെ കൈക്ക് ചുളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമുക്ക് എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ കൈയുടെ റിങ്കിൾസ് വരാനായിട്ട്. നമുക്ക് എത്ര തന്നെയാണെങ്കിലും കുറേ ഏജ് ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറേ ചുരുക്കങ്ങൾ നമ്മുടെ കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ വരും. അതിനെ നമുക്ക് എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം അത് വരാതിരിക്കാൻ നമ്മൾ നോക്കുമോ അത്രത്തോളം നമുക്ക് നോക്കാം. സോ അതിനാണ് നമ്മൾ ഇതുപോലെ ഓരോ കെയർ എടുക്കുന്നത്. നമ്മുടെ മുഖത്തിന് എന്തൊക്കെ കെയർ നമ്മൾ കൊടുക്കുന്നുണ്ടോ അതുപോലത്തെ കെയർ നമ്മുടെ കൈക്കും കാലുകൾക്കും കഴുത്തിനും കണ്ണിനടിയിലുള്ള സ്കിന്നിനും ഒക്കെ നമ്മൾ കൊടുക്കണം. ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സൺ പ്രൊട്ടക്ഷനാണ്. വെയിലത്ത് പോയിട്ട് വന്നാൽ ഉടനെ കയ്യിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടുക. ഡെയിലി ഒരു പാക്ക്, എന്തെങ്കിലും റഫായിട്ടൊരു പാക്ക് ഇടുക. നിറയെ പാക്കുകൾ ഈ നമ്മളുടെ വീഡിയോസിൽ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു പാക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഏതാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ്, എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസും കാണത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പല പാക്കുകൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ ആ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഒരു പാക്ക് കയ്യിലിടണം. പിന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന 24 ക്യാരറ്റ് ഓയിൽ, അത് വളരെ നല്ലതാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ ഏകദേശം 1 മന്തിന് വരും. അപ്പോൾ മന്ത്ലി വൺസ് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ 1 മന്തിന് നിങ്ങൾക്ക് ആ ഓയിൽ നൈറ്റ് ഡെയിലി അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് സ്കിന്നിലേക്ക്. അതിനകത്ത് ഞാൻ ഒരു 24 ക്യാരറ്റ് ഗോൾഡ് അതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ 24 ക്യാരറ്റ് ഗോൾഡ് പൗഡർ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങിച്ചും ഉപയോഗിക്കാം. സൺ പ്രൊട്ടക്ഷൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എന്താണ്, ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ സ്കിന്നിലുള്ള ഈർപ്പത്തെ നിലനിർത്തുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് സൺലൈറ്റ് എത്രത്തോളം എനിമിയാണോ നമ്മുടെ സ്കിൻ കെയർ, അതായത് സൺലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഡോട്ട്സും ബ്ലാക്ക് മാർക്കും ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ടാകുന്നത് നമ്മളുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക എന്ന് എന്താ, മോയ്സ്ചർ, അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പത്തിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഉള്ളിലേക്കും എടുക്കണം. പറ്റുന്നത്ര പച്ചക്കറികളും പഴങ്ങളും കിട്ടുന്നത് എന്താണോ അവൈലബിൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുക. പിന്നെ വർക്ക് ചെയ്യുന്നിടയ്ക്ക് ഇടയ്ക്ക് കഴിച്ചാൽ മതി. പിന്നെന്താ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് അലോവേറ ജെൽ, ഈസി ആൻഡ് ചീപ്പാണെന്നുള്ളതാണ്. അത് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡെയിലി പറ്റുമെങ്കിൽ ഒരു പാക്ക് കയ്യിലിടണം. പ്രത്യേകിച്ച് വലിയ എഫേർട്ടൊന്നുമില്ല. ഹണി ആൻഡ് ലൈം മിക്സ് ചെയ്ത് മാത്രം അപ്ലൈ ചെയ്താലും ദാറ്റ് ഈസ് ഫൈൻ. ഗ്ലിസറിൻ ആൻഡ് റോസ് വാട്ടർ മാത്രം മിക്സ് ചെയ്ത് ഇട്ടാലും ദാറ്റ് ഈസ് ഫൈൻ. അല്ലാത്ത സമയമുള്ള സമയത്ത് നമ്മൾ പറയുന്ന പാക്കുകളൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. പിന്നെ ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ 24 ക്യാരറ്റ് ഗോൾഡ് ഓയിൽ ഉണ്ടാക്കി വെച്ച് 1 മന്ത് ഡെയിലി അപ്ലൈ ചെയ്ത് ഒരു 3 മന്ത്സ് ഇട്ട് നിങ്ങൾ നോക്കൂ. എന്നിട്ട് എന്നോട് പറയുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. ഇത് കൈകൾക്കും കാലുകൾക്കും കഴുത്തിനും മാത്രമല്ല കേട്ടോ, ഫേസിനും കൂടി ഇതൊക്കെ അപ്ലിക്കബിൾ ആണ്. എക്സ്ഫോളിയേഷൻ എന്നുള്ള ഒരു കാര്യം നമ്മുടെ സ്കിന്നിനെ
റിങ്കിൾസ് ഇല്ലാതെയും ഡ്രൈ ആകാതെയും ഫൈൻ ലൈൻസ് ഉണ്ടാകാതെ, അതായത് ചുളിവുകൾ ഉണ്ടാകാതെയും ഡ്രൈ ആകാതെയും വരകളൊക്കെ വീഴാതെയും യങ് ഹാൻഡ്സ് ആയിട്ട് നിലനിർത്താനായിട്ട് എക്സ്ഫോളിയേഷൻ കൂടെ ഒരു നല്ല മാർഗ്ഗം. എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ എന്താ, കുറച്ച് തരുതരിപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മുടെ കൈ ഒന്ന് റബ്ബൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് നല്ല ഒരു, അതായത് ഒത്തിരി ഹാമായിട്ടുള്ള സോപ്പ് കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കാതെ മാക്സിമം ഹെർബൽ ഫേസ് ക്ലീനറോ ഹാൻഡ് ക്ലീനറോ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഹെർബലായിട്ട് എങ്ങനെയാണ് ഫേസ് വാഷ് ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോ ഞാനിടാം. അങ്ങനെ ഹെർബലായിട്ടുള്ള വാഷുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൈകളും എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടുക. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന 24 കാരറ്റ് ഗോൾഡ് ഓയിൽ നിങ്ങൾക്കിടാം. മോയ്സ്ചറൈസറും അതും ഒന്നിച്ചിടേണ്ട, ഓയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ഇട്ടാൽ മതി, അതായിരിക്കും ദ ബെസ്റ്റ്. ഓക്കെ, അതുപോലെ പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒന്നെങ്കിൽ ടൊമാറ്റോ എടുത്തിട്ട് ഷുഗർ എടുത്തിട്ട് കൈ നന്നായിട്ട് തേച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓയിലിൻ്റെ ബാക്കിയുള്ള മിക്സർ എടുത്തിട്ട് ഞാൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ കൈ എക്സ്ഫോളിയേറ്റ്, അതായത് നമ്മുടെ കയ്യിലുള്ള, കാലുകളിലുള്ള, കഴുത്തിലൊക്കെയുള്ള മൃതകോശങ്ങളെ നീക്കാനായിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. അതങ്ങനെ തേച്ച് 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 വൃത്തിയാക്കി എടുക്കുക. ഒരുപാട് വഴികളുണ്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ പറയുന്ന ഒരു വഴിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതാണ് എങ്ങനെയാണ് നമ്മൾ കയ്യിലും കഴുത്തിലും മുഖത്തിലും ഒക്കെയുള്ള ഡെഡ് സെൽസ് എന്ന് പറയും, മൃതകോശങ്ങളെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനകത്തും കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. അതാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. റെറ്റിനോൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. റെറ്റിനോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റ്, അതായത് സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് അവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ കൈക്ക് പറ്റുന്നത്, അത് ഓരോരുത്തരുടെ കൈകളും പല തരത്തിലായിരിക്കും ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ കൈ ഒരു തരത്തിലായിരിക്കും, നിങ്ങളുടെ കൈ വേറൊരു തരത്തിലായിരിക്കും. നമ്മുടെ കൈ കണ്ടിട്ട് സ്കിൻ ഡോക്ടർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് ആദ്യമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ പെർസെൻറ്റേജിനൊക്കെ ഡിഫറെൻ്റ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സ്കിൻ ഡോക്ടറെ കണ്ട് റെറ്റിനോൾ വാങ്ങിയിടുന്നതും വളരെ നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ദ മോസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ കൈക്ക് മാക്സിമം റെസ്റ്റ് കൊടുക്കുക. അതായത് മുറുക്കി കൈ കൊണ്ട് എന്തെങ്കിലും പിടിക്കുന്നതും എന്തെങ്കിലും വലിയ വലിയ സാധനങ്ങൾ എടുക്കുന്നതും കെമിക്കൽസിനെ ആവശ്യമില്ലാതെ എടുത്തിട്ട് നമ്മൾ പാത്രം കഴുകുന്നതും തുണി വാഷ് ചെയ്യുന്നതും കൈകൊണ്ട് ചെയ്യുന്ന ഈ കെമിക്കൽ തൊട്ടിട്ട് കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ഒഴിവാക്കുക. നമുക്ക് ഹെർബലായിട്ട് ഇപ്പം നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം പാത്രം, ഡിഷ് വാഷൊക്കെ. ഇപ്പം ഞാനൊക്കെ അങ്ങനെ കോവിഡ് സമയത്ത് ഇവിടെ ഉണ്ടാക്കി. ഇപ്പം ഇവിടെ അതിൻ്റെ ഒരു ഫാൻ ആണ്. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന ഹോം മെയ്ഡ് ഡിഷ് വാഷാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. തുണി കഴുകുന്ന പിന്നെ വാഷിംഗ് മെഷീനിലായതുകൊണ്ട് അല്ലാത്തവർ ഒരു ഹാൻഡ് ഗ്ലൗ ടൈറ്റായിട്ട് സ്കിന്നോട് ചേർന്ന് കിടക്കുന്ന ഗ്ലൗസ് കിട്ടും. അത് നിങ്ങൾ വൺസ് വാങ്ങിച്ചാൽ 1 year ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈനിൽ തപ്പി നോക്കാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഗ്ലൗസ് ഇടുക. മാക്സിമം കൈക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കൈ കൊണ്ട് കട്ടിയായിട്ട് വലിക്കുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് കുറച്ച് ഒഴിവാക്കുക. അതായത് അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മൾ കൈകൊണ്ട് മുറുക്കി ഓരോ കാര്യങ്ങളും ഹാർഡായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈയിൻ്റെ, ഞാനിപ്പോൾ കൈയാണ് എടുത്തിട്ടുള്ള സബ്ജക്റ്റ്, അതുകൊണ്ട് കൈ പറയുന്നു, കൈയാണേലും കഴുത്താണേലും എല്ലാം തന്നെ ആ പേശികൾ നമ്മുടെ സ്കിന്ന് വളരെ നന്നായിട്ട് അങ്ങ് വലിഞ്ഞിട്ട് തിരിച്ച് ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇലാസ്റ്റിസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ചുളിവുകളുണ്ടാവും. പിന്നെ പെട്ടെന്ന് മെലിയുന്നവർക്കും ഇതുപോലെ ചുളിവുകളുണ്ടാകും കേട്ടോ. അതും ഒരു റീസണാണ്. ഒരുപാട് മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വണ്ണം വയ്ക്കാനല്ല പറയുന്നത്, നിങ്ങളുടെ നോർമൽ സ്റ്റേജിലോട്ട് വരും. അപ്പം നിങ്ങൾക്ക് ചുളിവുകളൊക്കെ മാറി കിട്ടും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 24 കാരറ്റ് ഗോൾഡ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈസിയാണ്, നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഉണ്ടാക്കാം. കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 month നിങ്ങൾക്ക് അത്ര തന്നെ ക്വാണ്ടിറ്റി മതിയാകും. ഒരു 1 month അത് ഡെയിലി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യൂ. നിങ്ങളുടെ കയ്യിൽ പൊങ്ങി വരുന്ന വെയിനുകളും കൈയിൻ്റെ ചുളിവുകളും കുറേശ്ശെ മാറും. ഒറ്റയടിക്ക് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട്, അതായത് ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും മാറ്റാൻ നമുക്ക് പറ്റും. സ്കിൻ എത്ര ചുളുങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എഫേർട്ട് എടുത്ത് സമയമെടുത്ത് ഇതൊക്കെ മാറുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് കുറച്ച് സമയം ക്ഷമയോടെ ഡെയിലി ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയിൻ്റെ ചുളിവുകൾ കുറേശ്ശെ നിങ്ങൾക്ക് സ്ലോലി മാറുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ തന്നെ ഒരു ദിവസം വണ്ടടിക്കുമോ എൻ്റെ കൈ പഴയ പോലെ ആയല്ലോ. പഴയ പോലെ എന്ന് വെച്ചാൽ നിങ്ങൾ 17 years 16 years അല്ലെ 20 years ഉള്ള പോലെ അല്ല, ഉറപ്പായിട്ട് ഒരു 24-25 years നിങ്ങളുടെ കൈ ഇരുന്ന പോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു 3 months കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം.
ഒത്തിരി പേരുടെയും വിഷമമായ റിങ്കിൾസ് കയ്യിൽ, കഴുത്തിൽ, കാലിലൊക്കെ കുറച്ച് പ്രായമാകുമ്പോൾ, ഇപ്പോൾ പ്രായം എന്നൊന്നുമില്ല, എല്ലാവർക്കും തന്നെ നിറയെ റിങ്കിൾസ് വരും അല്ലേ. കൈയുടെ റിങ്കിൾസും ഫേസിൻ്റെ റിങ്കിൾസും ഒരു വലിയ പ്രോബ്ലമാണ്. ഓക്കെ, അതിന് നമുക്ക് ഒരു എസെൻഷ്യൽ ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ഇത് ഓറഞ്ചാണ്, ദെൻ ഇത് വന്നിട്ട് ഇത് മഞ്ചിഷ്ട, പിന്നെ ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്, ഒലിവ് ഓയിലാണ്, അതെല്ലാത്തിനും മേലെ അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. ആരോ പറഞ്ഞ് അലോവേറ ജെൽ നിർത്തൂ മതിയാക്കൂ എന്നൊക്കെ. ഒരിക്കലും അലോവേറ ജെൽ ബ്യൂട്ടി പ്രോഡക്ട്സിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. നമുക്ക് റിങ്കിൾസ് ഡിസപ്പിയർ ആകാനായിട്ട്, റിങ്കിൾസ് എന്ന് വെച്ചാൽ എന്താ, കയ്യിൽ വീഴുന്ന ചുളിവുകൾ, കാലിലെ ചുളിവുകൾ, കഴുത്തിലെ ഫേസിലൊക്കെ വരുന്ന ഫൈൻ ലൈൻസ്, അതായത് ചെറിയ ചെറിയ വരകളും ചുളിവുകളും ഒക്കെ വരുന്ന മാറ്റാനായിട്ടും, പാടൊന്നും ഇല്ലാത്ത ക്ലിയർ സ്കിൻ കിട്ടാനായിട്ടും, എസ്പെഷ്യലി കയ്യിലെ ചുളിവുകൾ, കാലിലെ ചുളിവുകളൊക്കെ ചുളിവുകൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അതൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു 24 ക്യാരറ്റ് ഗോൾഡൻ ഓയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് ഓറഞ്ചാണ് എടുക്കുന്നത് ഞാൻ, പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓറഞ്ചും ഒരു ക്യാരറ്റും വെച്ചാണ്. ഓറഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി വാഷ് ചെയ്തെടുക്കണം. ബിക്കോസ് നമ്മളിത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കാരണം ഇതിലെന്തെങ്കിലും കെമിക്കൽസൊക്കെ പെസ്റ്റിസൈഡൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് പോകാനായിട്ട് ക്യാരറ്റും നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. ഓറഞ്ച്, എസ്പെഷ്യലി ഗ്രേപ്സ് ഓറഞ്ചൊക്കെ കഴുകുമ്പോൾ സോഡാ പൊടി ഇട്ട് തേച്ച് കഴുകുന്നതാണ് ബെറ്റർ. ഞാൻ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകണം, ഇതിൻ്റെ സ്കിന്ന് മാത്രം കാണിച്ചു തരാം എങ്ങനെ എടുക്കുന്നതെന്ന്. ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓറഞ്ച് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഭാഗം എടുക്കണ്ട, ഈ സ്കിന്ന് മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗോൾഡ് ചേർക്കാം. ഗോൾഡ് എന്നുള്ളത് ഒരു ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കട്ടിയുള്ള ഗോൾഡിൻ്റെ മോതിരം ഉണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഉരച്ച് ഗോൾഡ് പാർട്ടിക്കിൾസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വിട്ടേക്കൂ. ഓറഞ്ചിൻ്റെ സ്കിന്നും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മതി കേട്ടോ. ലൈറ്റായിട്ട് വെള്ളം തൊട്ട് കൊടുക്കുക. ഇത് പണ്ടേ ഒരമരുന്ന് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉരച്ച് കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. സ്വർണ്ണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശിയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മളിന്ന് ഓയിലിനകത്ത് ചേർക്കാൻ പോകുന്നു. ഇത് ലൈറ്റായിട്ട് ഉരച്ച് ചേർത്താൽ മതി. വീട്ടിലാരെങ്കിലും വഴക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പോവണ്ട. ഓക്കെ, നല്ല കട്ടിയുള്ള ഭാഗം നോക്കി ഉരച്ചെടുക്കുക. കുറച്ച് മതിയാവും. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കൂ. ഓറഞ്ചിൻ്റെ പീലും ക്യാരറ്റിൻ്റെ പീലും. ഇത് റിങ്കിൾസ് പോകാനായിട്ടും, റിങ്കിൾസ് പോകുന്നതിൻ്റെ കൂടെ നമുക്കൊരു നല്ല കളർ സ്കിന്നിന് കിട്ടാനായിട്ടും, ബ്ലാക്ക് മാർക്ക് പോകാനായിട്ടാണ്. കയ്യിലെ ചുളിവുകൾ, കാലിൻ്റെയൊക്കെ ചുളിവില്ലേ, കഴുത്തിൻ്റെ ചുളിവ്, ഫേസിലും അപ്ലൈ ചെയ്യാം. ഫേസിലും ചുളിവുകളും വരകളും ഒക്കെ വരും. അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഓയിലായ കാരണം പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുകയും ഈർപ്പത്തെ നിലനിർത്തുകയും ചെയ്യുന്നത് കാരണം നമുക്ക് റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കാനും വരാതിരിക്കാനും സഹായിക്കുന്നതാണ്. ഇത് ഗോൾഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലാത്ത കാരണം ഞാനിപ്പോൾ ഈ ഓറഞ്ച് പീല് കൊണ്ട് തൂത്ത് തുടച്ചെടുക്കുകയാണ്.
ഇതിൽ ഗോൾഡ് പാർട്ടിക്കിൾസ് ഷൈൻ ആകുന്ന നിങ്ങൾക്ക് കാണാൻ, എനിക്കിവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് കാണാൻ പറ്റും തിളങ്ങുന്നത്. അതുപോലെ ഒരു ഗ്ലാസ് ജാർ എടുക്കുക, കുപ്പിയാണിത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് പീലിനെയും ക്യാരറ്റിനെയും ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഗോൾഡ് ചേർന്നത് നമുക്ക് ആഡ് ചെയ്യാം. വേസ്റ്റ് ആക്കണ്ട, കിട്ടി അത്രയും തന്നെ ആഡ് ചെയ്തോളൂ. അടുത്ത ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മഞ്ചിഷ്ടാണ്. നമുക്ക് ഇതിലൊരു 2 സ്റ്റെം നമുക്ക് അതിനകത്ത്. ഇത് ആക്ച്വലി സ്റ്റെം അല്ല, ഒരു പ്ലാന്റിൻ്റെ റൂട്ടാണ്. ഇത് നല്ലതാണ് സ്കിൻ കെയറിന്. ഇതും നമുക്ക് റിങ്കിൾസിനെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാനൊരു 3 മഞ്ചിഷ്ടയുടെ വേര് ഇതിനകത്ത് കുത്തി ഇറക്കി നിർത്തുകയാണ്. ഇത് ഒലിവ് ഓയിലാണ്. ഞാൻ ഒലിവ് ഓയിലിൻ്റെ ബ്രാൻഡ് ഒന്നും കാണിക്കാത്തത്, ഈ ബ്രാൻഡിൻ്റെ പേര് വരണ്ടാന്ന് ഓർത്തിട്ടാണ് ഓരോ ഓയിലിൻ്റെയും ബ്രാൻഡ് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം, ബട്ട് ഒലിവ് ഓയിൽ ആണ് സ്കിൻ കെയറിന് ഇതുപോലെ ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ ബെസ്റ്റ്. നമുക്ക് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ബോയിൽ ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു തുണി ഇറക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ബോട്ടിലെ ഇറക്കി വെച്ച് 45 മിനിറ്റ്സ് ഇവിടെ ചെറിയ ചൂടിൽ ഇതിവിടെ ഇരിക്കണം. ഇരുന്ന് തിളച്ച് ഇതിൻ്റെ വിറ്റമിൻസും മിനറൽസും അതിനകത്തുള്ള എല്ലാ ഗുണങ്ങളും ആ എണ്ണയിലോട്ട് എക്സ്ട്രാക്ട് ചെയ്ത് അതായത് ഇറങ്ങി വരും. എന്നിട്ട് നമ്മൾ ആ ഓയിൽ എടുത്താണ് നമ്മുടെ റിങ്കിൾസ് ഉള്ളിടത്ത് തേക്കാൻ പോകുന്നത്. കയ്യിലും കാലിലും, എസ്പെഷ്യലി കയ്യിലൊക്കെയാണ് നിറയെ റിങ്കിൾസ് വരുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളിൽ ഡൗട്ടുകൾ ഒരുപാടും ഈ റിങ്കിൾസിനെ കുറിച്ചാണ്. കയ്യിൽ വരുന്ന, കാലിൽ വരുന്ന, കഴുത്തിലൊക്കെ വരുന്നത്. ഇതാണ് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പായ്ക്കളിടാം. ഞാനൊരു സ്ക്രബും കൂടെ കാണിക്കാം. $45 മിനിറ്റ്സ് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത നമ്മുടെ 24 ക്യാരറ്റ് ഓയിലാണിത്. ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇത് എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ഹീറ്റിലേക്ക് വെക്കാത്തതെന്ന് വെച്ചാൽ, ഡയറക്റ്റ്ലി ഹീറ്റിൽ വെച്ചാൽ ഇതിൻ്റെ വിറ്റമിൻസ് എല്ലാം അങ്ങ് ഇതായിട്ട് പോകും, ഇവാപ്പറേറ്റ് ആയിട്ട് പോകും, ഓയിലിൽ നിൽക്കില്ല. ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. നമ്മളുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറിൽ. ഇതെങ്ങനെയാണ് കയ്യിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇതിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞെടുത്താൽ നിറച്ച് ഓയിൽ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഓയിൽ. ഇത് കുറേ നാളത്തേക്ക് കാണും. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടാക്കിയെടുക്കാം. നമുക്കിത് കയ്യിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മീഡിയം വെച്ചിട്ട് ഇതിനെ എടുക്കാം. എന്നിട്ട് ഒരു 3-4 ഡ്രോപ്സ് നിങ്ങളുടെ കയ്യിൽ എവിടെയൊക്കെയാണോ റിങ്കിൾസ് ഉള്ളത് അവിടെയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിങ്ങനെ കൊടുക്കുക. ഓക്കെ. പിന്നെ കയ്യിൽ റിങ്കിൾസും വീഴാനും ഒത്തിരി റഫാകാനും സ്കിന്ന് ചുരുങ്ങുന്നതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്താണെന്നറിയോ? ഒരുപാട് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അതൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് എടുക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഡിഷ് വാഷ് ആണെങ്കിൽ ഒരുപാട് നന്നായിട്ടുണ്ടായിരിക്കും. നമ്മൾ മാക്സിമം അതുപോലെയൊക്കെ കുറേ കെയർ ആക്കണം. സൺലൈറ്റിലോട്ട് ഒരുപാട് എക്സ്പോഷർ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ റിങ്കിൾസ് വരും. അതുപോലെ ഈ ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുത്ത് എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ തേച്ച് കൊടുത്ത് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് 2 കൈയിലും റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 മന്ത്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മോസ്റ്റ്ലി സാഗി ചെയ്യുന്നതൊക്കെ ഈ സൈഡും ഇവിടെയും ഒക്കെ. നിങ്ങൾക്ക് എവിടെയാണുള്ളത് ഇത് കഴുത്തിലിടാം, നിങ്ങളുടെ ഫേസിലിടാം, കയ്യിൻ്റെ റിങ്കിൾസിലിടാം. ഒത്തിരി പേര് കയ്യിൻ്റെ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ കൈ എന്ന് പറഞ്ഞത്. കഴുത്തിലിടാം, എസ്പെഷ്യലി കഴുത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഏജിൻ്റെ സൈൻ വരുന്നത്, കയ്യിൽ. സോ അങ്ങനെ നന്നായിട്ട് നിങ്ങൾ ചുമ്മാ TV കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം
എടുക്കണമെന്നില്ല. കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് നല്ലൊരു മണമാണ്. ഇത് ഒട്ടും ഒട്ടിയൊന്നും പിടിക്കത്തില്ല കേട്ടോ. അതൊരുമാതിരി എസെൻഷ്യൽ ഓയിൽ പോലെയാണ്. സോ നല്ല ഒരു റിങ്കിൾ ഫ്രീ ഹാൻഡ് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കി ബാക്കി വന്ന ഈ ഇതില്ലേ, ഇത് വേസ്റ്റ് ആക്കണ്ട. ഇത് നമുക്ക് നല്ലൊരു സ്ക്രബാക്കി നമുക്ക് കയ്യിൽ തേക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, വേണ്ടത്ര മാത്രം എടുത്ത് ഷുഗർ ആഡ് ചെയ്താൽ മതി. ബാക്കിയൊരു ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ബോഡി സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കാൻ പോവുകയാണ്. സോ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഒരു സ്ക്രബ് പോലെ ഇങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, ഇത് ബോഡി സ്ക്രബായിട്ട് ഉപയോഗിക്കുക. ഇത് റിങ്കിളിനൊക്കെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, രണ്ട് കയ്യിലും. പിന്നെ ഇത് നിങ്ങൾക്ക് കാലിലും ഇടാം കേട്ടോ. കാലിൻ്റെ സ്കിന്നിലും റിങ്കിൾസ് ഉണ്ട്, കഴുത്തിൽ, നിങ്ങളുടെ മുഖത്ത്, വായയുടെ സൈഡിലൊക്കെ റിങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് കുളിക്കുന്നതിന് മുന്നേ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് കുളിക്കുക. എണ്ണ പുരട്ടുന്നതിന് മുന്നേ നിങ്ങൾ പുരട്ടി കഴിഞ്ഞ് നിങ്ങൾ കഴുകി കളയണ്ട കേട്ടോ. അതങ്ങനെ കയ്യിൽ ഒരു നൈറ്റ് ഫുൾ ഇരിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ കൈ നല്ല ഗ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക ഡെയിലി. റിങ്കിൾസിന്, ഫൈൻ ലൈൻസിന് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് അലോവേറ ജെൽ. നമുക്ക് ഈ മിക്സിലോട്ട്, ഈ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എണ്ണ ഉണ്ടാക്കിയ ബാക്കി വന്ന ഈ മിക്സിലോട്ട് കുറച്ച് അലോവേറ ജെൽ തേച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആസ് യൂഷ്വൽ നമ്മൾ കയ്യിലിടുന്ന പോലെ നല്ല ഇതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ ഒരു പാക്ക് പോലെ കൈയിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സ് നിങ്ങൾക്ക് സമയമുള്ളതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയുക. റിങ്കിൾസിനും വാട്ടിക്കോൾ ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും ചിലർക്ക് ഹാൻഡ്സൊക്കെ. റിങ്കിൾസ് വരുന്നത് തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്നത് കൊണ്ടാണ്. ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ മറക്കരുത്, മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മോയ്സ്ചർ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് നിലനിർത്താനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു മടങ്ങുന്ന ഭാഗം, ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ആകുന്ന ഈ ഭാഗമാണ്, റിങ്കിൾസ് വീഴുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ നല്ലൊരു പാക്കിട്ടിട്ട് നിങ്ങൾ മൈലാഞ്ചി ഇട്ടിരിക്കാറില്ലേ, അതുപോലെ ഇതിട്ടിട്ട് കുറച്ച് നേരം ഇരിക്കുക. ഡെയിലി ചെയ്യുമെങ്കിൽ അത്രയും നല്ലത്. അറ്റ്ലീസ്റ്റ് വീക്ക്ലി 2-3 ടൈംസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കാതെ, എന്തെങ്കിലും ഒരു കെയർ എടുക്കാതെ നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ചുമ്മാതിരിക്കുമ്പോഴോ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ ഇതുപോലെ പാക്കിട്ടിട്ട് കൈ ഫുള്ളിടാം കേട്ടോ. എവിടെയൊക്കെ റിങ്കിൾസ് വരുന്നുണ്ടോ അവിടെയൊക്കെ. കാരണം ഇതിനകത്ത് ഞാൻ എസ്പെഷ്യലി ഗോൾഡൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒന്നും വേസ്റ്റ് ആക്കരുത്. ഇത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ട് നെക്സ്റ്റ് ഡേ കൂടെ ഇത് തന്നെ അപ്ലൈ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മളിപ്പം ഉപയോഗിച്ച ഈ ഒരു ഓയിൽ, ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഓയിൽ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്ത് നോക്കൂ സ്കിന്നിലേക്ക്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഇതിന് ഒരു ക്യാരറ്റും ഒരു ഓറഞ്ചും മാത്രം മതിയല്ലേ. സോ കുറച്ച് ഒലിവ് ഓയിൽ ഇപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ എങ്ങനെയാണോ റീഫൈൻഡ് ഓയിൽ വരുന്നത് അതുപോലെ തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നും എടുക്കരുത്. ഇനി ഒട്ടും ഒലിവ് ഓയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ട്രൈ ചെയ്യുക. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒലിവ് ഓയിലായിരിക്കും. ഉപയോഗിച്ച് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എഫക്റ്റ് ആയത്. നിങ്ങളുടെ റിസൾട്ട് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. സോ നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് താങ്ക് യു ടു യു ഓൾ. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുന്നു. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ ഒരുപാട് സന്തോഷം. സോ ഇനിയും നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മെയിൽ ഐ ഡി ഞാൻ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയക്കാമെന്നാണ്. ഞാൻ ഉറപ്പായിട്ടും ഡീറ്റെയിൽഡ് റിപ്ലൈ തന്നെ തരാം. നിങ്ങൾക്ക് എന്ത് ലാംഗ്വേജ് ആണോ അറിയാവുന്ന ആ ലാംഗ്വേജിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരാം.